ഹായ് ഹലോ അമ്പൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ. 5 രൂപ മുതൽ കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒത്തിരി പ്ലാൻസ് ഇല്ല, എന്നാലും ഞാനൊരു സെയിൽ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് കേട്ടോ. അപ്പം എന്താ കോളിയാസിൻ്റെ പ്ലാൻസ് ഒരു 3 പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. 3 ഉള്ളൂ. ഒത്തിരി വെറൈറ്റീസ് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം മഴ കാരണം നശിച്ചു പോയി കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സാണ് കേട്ടോ. 10 രൂപയാണ്. 2 കട്ടിങ്സ് വീതം ഉണ്ടാകും. 10 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതൊരു വെറൈറ്റി, ഇത് അടുത്ത വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ കേട്ടോ. കുറച്ച് 2-3 ഉള്ളൂ. അപ്പം ഒത്തിരി പേർക്ക് തരാനും കാണത്തില്ല കേട്ടോ. അപ്പം ആദ്യം വരുന്നവർക്ക് തരുന്നതായിരിക്കുമേ. അപ്പോൾ 10 രൂപ വീതമാണ് കോളിയോസിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ DTDC വഴി മാത്രമേ പ്ലാൻസ് അയക്കുന്നുള്ളൂ. സ്പീഡ് പോസ്റ്റ് ഭയങ്കര പാടാണ്. പിന്നെ DTDC അയച്ചാൽ 3-ാം ദിവസം, കേരളത്തിനുള്ളിൽ 3-ാം ദിവസമെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ചാറ്റ് എനിക്ക് മെസ്സേജ് അയക്കുമ്പം ഡിസപ്പിയറിങ് മെസ്സേജ് ഓണാക്കി ഇങ്ങനെ 24 മണിക്കൂർ അങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്കൊരു മെസ്സേജ് വന്ന് എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മെസ്സേജ് കുറച്ച് പ്ലാൻസ് അവർ ഓർഡർ ചെയ്തു, ക്യാഷ് ഇട്ടു. 170 രൂപയുടെ പ്ലാന്റ്, 100 രൂപയുടെ പ്ലാന്റും കുറേ ചാർജ് 70 രൂപയും. അങ്ങനെ പ്ലാൻസ് ഇട്ടു കേട്ടോ. ഞാൻ ടോട്ടൽ എമൗണ്ട് പറഞ്ഞു, ഗൂഗിൾ പേ ചെയ്തു, അഡ്രസ്സ് തന്നു. അഡ്രസ്സ് ഞാൻ അന്നേരം എഴുതി വെക്കാറുണ്ട്. അഡ്രസ്സ് ഞാൻ എഴുതി വെക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ അഡ്രസ്സ് എഴുതിയിട്ട് മാറ്റി വെക്കണം ഓരോരുത്തരുടെ ഇത്. അന്നേരം അഡ്രസ്സ് ഞാൻ എഴുതി വയ്ക്കുക. അമ്പലാണേലും താമരയാണേലും ഇത് പ്ലാന്റ്സ് ആണേലും. അതുപോലെ തന്നെ എന്നോട് പറയട്ടെ, ഈ പ്ലാന്റ്സ് എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ ആമ്പൽ താമരയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. യൂട്യൂബ് നോക്കിയാൽ അറിയാം, ആമ്പൽ താമരയാണ് ഞാൻ കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഈ പ്ലാന്റ്സ് ഒന്നും എനിക്ക് അധികം ഇല്ല കേട്ടോ. അപ്പം വളരെ കുറച്ചൊക്കെ ഉള്ളൂ. ഞാൻ തന്നെ പ്രൊപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്ന കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ. അപ്പം അതുപോലെ അവരെന്നിട്ട് എനിക്ക് ഓർഡർ ചെയ്ത് ക്യാഷ് ഞാൻ അഡ്രസ്സൊക്കെ എഴുതി വെച്ചു. തിങ്കളാഴ്ച, അതായത് കഴിഞ്ഞ ഈ മിനിങ്ങാന്ന് ഞാൻ അയക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പം അവരുടെ ചാറ്റ് അങ്ങോട്ട് ക്ലിയർ ആയിപ്പോയി. കാരണം ഡിസപ്പിയറിങ് മെസ്സേജ് 24 മണിക്കൂർ, ഞാനത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു അത് ഡിലീറ്റ് ആയിപ്പോയി, എനിക്ക് ആ പ്ലാൻസ് ഏതാണെന്നറിയാം. അവർക്കും അത് ഡിലീറ്റ് ആയി പോകുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം എനിക്ക് ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് നിങ്ങളൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഓക്കെ, അന്നേരം അവർ കുറേ പ്ലാൻസ് ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പം പറഞ്ഞു 100 രൂപയുടെ പ്ലാന്റ് അല്ല, അത് കൂടുതൽ പ്ലാൻസ് എനിക്ക് റേറ്റുള്ള പ്ലാൻസ് അയച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ ഒരു 50 രൂപയെങ്കിലും ഇടാമെങ്കിൽ ഈ പ്ലാൻസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തന്നേക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞ്. അവരെന്നിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് അവരെനിക്ക് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയായപ്പോൾ എനിക്കവർ 50 രൂപ അയച്ചു തന്നു. അപ്പോൾ 220 രൂപയായി. അപ്പം 150 രൂപയുടെ പ്ലാന്റും 70 രൂപ കൊറിയർ ചാർജും. അങ്ങനെ പ്ലാൻസ് അയക്കാനായിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്ന് അയക്കേണ്ട പ്ലാൻസാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ നോക്കിയപ്പോൾ വീണ്ടും അവരത് മാറ്റിയിട്ടില്ല. ഡിസപ്പിയറിങ് മെസ്സേജ് ഞാൻ അവരോടൊന്ന് 7 ദിവസത്തേക്ക് ആക്കിയിടണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. നമുക്കും ഡിസപ്പിയറിങ് മെസ്സേജ് 24 മണിക്കൂർ ആക്കിയിട്ടത് നമുക്കത് മാറ്റിയിടാം, ഓഫ് ചെയ്ത് വെക്കാം എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനത് ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് മാറ്റിയെടുക്കാമെന്ന്. പക്ഷേ എനിക്കത് അറിയാൻ മേലാത്തത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അവരോട് പറഞ്ഞിട്ട് അവരത് മാറ്റിയിട്ടുമില്ല. ഞാൻ ഓർത്തു ഈ സെറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ഞാനും ഓർത്തത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വിവരം ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ചാറ്റ് ക്ലിയർ ആയിപ്പോയി, എനിക്ക് ഇന്ന് രാവിലെ അയക്കേണ്ടതായിരുന്നു പ്ലാൻസ്, ഏതാണെന്ന് അറിയില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഒരു 15 സെക്കൻഡിൽ ഒരു വോയിസ് ദേഷ്യപ്പെട്ട് തന്നെയാണ് എനിക്ക് വോയിസ് ഇട്ടത്. അതെന്താന്ന് വോയിസൊന്നും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ എനിക്ക് ഇങ്ങനെ ചാറ്റ് ക്ലിയർ ആയിപ്പോയി, മെസ്സേജ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരിക്കും ദേഷ്യപ്പെട്ടിട്ടാണ് എന്നോട് സംസാരിച്ചത്. 15 സെക്കൻഡ് ദേഷ്യപ്പെട്ട് തന്നെ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കതെവിടെയും സേവ് ചെയ്ത് വെക്കാൻ പാടില്ലേ? ഇത് എപ്പോഴും ഡിലീറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാൻ പാടില്ലേ? എല്ലാ സെല്ലേഴ്സും അങ്ങനെയല്ലേ എന്നെന്നോട് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു തിങ്കളാഴ്ച ഒരു 15 കൊറിയറുണ്ട്. ഈ 15 പേരുടെ കൊറിയർ ആമ്പൽ താമര ഉൾപ്പെടെ, ആമ്പലും താമരയാണെങ്കിൽ നമുക്ക് അഡ്രസ്സ് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് എഴുതി വെക്കാം ഇന്ന വെറൈറ്റിയാണ്. ഈ പ്ലാന്റ്സ് 5 രൂപ മുതലുള്ള പ്ലാന്റ്സ് ചിലപ്പം 10-20 പ്ലാന്റ് ആയിരിക്കും ഒരാൾ ഓർഡർ ചെയ്യുന്നത്. ആ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ് മുഴുവൻ ഞാൻ എവിടെ സേവ് ചെയ്ത് വെക്കും? എനിക്കറിയില്ല. അത് അവരുടെ ചാറ്റ് നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെയാണ്. ചാറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ എടുത്ത അന്നേരം പ്ലാന്റ് പിഴുത് പാക്ക് ചെയ്യുന്നത്.
പക്ഷേ ഞാൻ എവിടെ സേവ് ചെയ്ത് വെക്കും എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എവിടെ സേവ് ചെയ്ത് വെക്കുമെന്നും എനിക്കറിയത്തില്ല. ഞാനെവിടെ ഇത്രയും പേരുടെ ഒരു 10-15 പേരുടെ ഓർഡർ എല്ലാം കൂടെ ഞാൻ എവിടെ സേവ് ചെയ്ത് വെക്കും? എനിക്കതിനെക്കുറിച്ച് യാതൊരു എനിക്കറിവുമില്ല. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ അവരുടെ ചാറ്റ് എടുത്ത് അന്നേരം പ്ലാൻസ് എടുത്ത് പാക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. എന്നിട്ട് അവരെന്നെ നല്ലപോലെ അത് ഒരു 15 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ദേഷ്യത്തിൽ അവരെന്നോട് സംസാരിച്ചു. അപ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടും നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വന്നു. രാത്രിയായിരുന്നു, ഒരു 10-10:30 ആയ സമയത്തായി ഇന്നലെ. അപ്പം ഞാനും അവരോട് കുറച്ച് ഇതായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങളും പറഞ്ഞു. എനിക്കും സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. അപ്പം ഞാനും അങ്ങോട്ട് വഴക്ക് അങ്ങനെ ബഹളം വന്നില്ല. എൻ്റെ കാര്യങ്ങളോ ഇച്ചിരി ഒരു വിഷമത്തോടെയും ഇതൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ എവിടെ ഞാൻ സേവ് ചെയ്ത് വെക്കും എന്നൊക്കെ ഞാൻ ചോദിച്ചു. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കുറേ ഞാനും അങ്ങോട്ട് സംസാരിച്ചു. കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ അവർ മെസ്സേജ് ഇട്ടിരിക്കുന്നു, എനിക്ക് നിങ്ങളുടെ പ്ലാൻസ് വേണ്ട, ആ പൈസ തിരിച്ചയച്ചേക്കാൻ. ഞാൻ ആ പൈസ അതേപടി തിരിച്ചയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോരോ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് വരെ ആരോടും ഒരു ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര ഒരു വിഷമമായി പോയി. കാരണം അത് അവരുടെ മിസ്റ്റേക്കാണ്. എനിക്ക് അറിയില്ലായിരുന്നു ഡിസപ്പിയർ മെസ്സേജ് ഓഫ് ചെയ്ത് വെക്കാം, നമുക്കും ഓഫ് ചെയ്ത് വെക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചേനെ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 7 ദിവസത്തേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക, അപ്പോൾ പ്ലാൻസ് അയക്കുന്നിടം വരെയെങ്കിലും നിങ്ങളതൊന്ന് മാറ്റി ഓഫ് ചെയ്ത് വയ്ക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കിന് അവരെന്നോട് ചൂടാവുകയാണ്. പക്ഷേ നമ്മുടെ സാഹചര്യവും കൂടെ മനസ്സിലാക്കണം. വീട്ടിലെ കാര്യങ്ങളും ജോലികളും എല്ലാം ഉണ്ട്. അതിനിടയ്ക്കാണ് ഈ പ്ലാൻസും സെയിലും പാക്കിങ്ങും അതിൻ്റെ പുറകെ നടക്കും. വീണ്ടും നട്ട് വയ്ക്കണം, റിപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം ഒരു ഇത് മാത്രമല്ല, പ്ലാൻസ് മാത്രമല്ല, വാട്ടർ ലില്ലി ഉണ്ട്, ലോട്ടസ് ഉണ്ട്. അതുപോലെ പ്ലാൻസും ചുമ്മാ ഉള്ള പ്ലാൻസ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതും കൂടെ കേൾക്കുക കഴിയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയിപ്പോയി. അത് നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാം. എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ വീണ്ടും പറയാം. അപ്പം എല്ലാവരോടും കൂടെ പറയാണ്, ഈ ഡിസപ്പിയർ മെസ്സേജ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പ്ലാൻസൊക്കെ ഓർഡർ ചെയ്യാൻ നോക്കണം കേട്ടോ. ചിലപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ പ്ലാൻസ് അയച്ചു തരുന്നത്. അപ്പം അവരുടെ ചാറ്റ് ക്ലിയറായി പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെയും പോകും, നമ്മുടേതും പോകും. അപ്പോൾ ഏതൊക്കെ പ്ലാൻസാണെന്ന് ഒന്നുകൂടെ കണ്ടുപോകാവേ. അപ്പം ഇച്ചിരി നീണ്ടുപോയി വീഡിയോ, സോറി കേട്ടോ. പിങ്ക് കളറിലുള്ള കൂഫിയ പ്ലാന്റാണ്. കൂഫിയ പ്ലാന്റിൻ്റെ റേറ്റ് പിങ്ക് കളറിൻ്റെ 15 രൂപയാണ് റേറ്റ്. ഇതാണ് പിങ്ക് കളറിൻ്റെ ഫ്ലവർ കേട്ടോ. പിങ്ക് കളറിൻ്റെ 15 രൂപയും. ഇത് വൈറ്റ് ആണ് കേട്ടോ. ഇതുണ്ട്, വൈറ്റ് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. പോത്തോസ് ഉണ്ട് കേട്ടോ. ഈ പോത്തോസിൻ്റെ കട്ടിങ്സാണ് ഞങ്ങൾ അയച്ചു തരുന്നത്. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. അടുത്ത ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ 2 പ്ലാന്റ് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യയാണ് കേട്ടോ. പിങ്ക് കളറാണ് ഫ്ലവർ. ഇതിൻ്റെ റേറ്റ് 10 രൂപ. അതുപോലെ തന്നെ ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യയാണ് കേട്ടോ. റെഡ് കളർ ഫ്ലവറാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപ തന്നെയാണ്. അടുത്ത് പൊട്ടറ്റോ വൈനാണ് കേട്ടോ. പൊട്ടറ്റോ വൈനിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത് ഒരു 2-3 പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ടാകും. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു കളർ ഫ്ലവർ ഉണ്ടാകുന്ന അക്യുമിനസ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, നിറച്ചിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. 15 രൂപയാണ് കേട്ടോ റേറ്റ്. ഇത് മറ്റൊരു അക്യുമിനസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ഈ ഒരു കലേഡിയം ആണ് കേട്ടോ. ഈ ഒരു കലേഡിയം അതിൻ്റെ റേറ്റ് 10 രൂപയാണ്. അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 5 രൂപയാണ് കേട്ടോ. അടുത്തത് ഡൗറ്റെയിൽ ഓർക്കിഡാണ്. ഡൗറ്റെയിൽ ഓർക്കിഡിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റ്. 20 രൂപയാണ് റേറ്റ്. അടുത്ത പിങ്ക് കളറിൽ സാധാ നോർമലായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. ഈ ഒരു സിങ്കോണിയമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ്. അടുത്ത ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 5 രൂപ. ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ തൈകളാണ്, റൂട്ട് വന്ന തൈകളാണ് സെയിലിനായിട്ടുള്ളത്. 15 രൂപയാണ് റേറ്റ്. അടുത്ത ഈ ഒരു സിങ്കോണിയം. ഇതിൻ്റെ റേറ്റും 15 രൂപ തന്നെയാണ്. അടുത്ത ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ്. അടുത്തൊരു നാടൻ ചെത്തിയാണ് കേട്ടോ.
ഇതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ റേറ്റ് 30 രൂപയാണ്. വേണ്ടവർക്ക് കട്ടിങ്സും ഉണ്ട്. കട്ടിങ്സുമായിട്ട് തരാം. കട്ടിങ്സിൻ്റെ റേറ്റ് 20 രൂപയാണ് കേട്ടോ. അടുത്ത ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് ആണുള്ളത്. ഈ കട്ടിങ്സിൻ്റെ റേറ്റ് 10 രൂപ. അടുത്ത ഈ പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഇതും കട്ടിങ്സ് ആണ് കേട്ടോ. റൂട്ടുള്ളത് കുറച്ചേ കാണുള്ളൂ. അടുത്തത് മണിമുല്ലയാണ് കേട്ടോ. സീസണിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒത്തിരി നമ്മൾ കൊല്ലക്കുത്തി നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ല. മണിമുല്ലയുടെ റേറ്റ് 40 രൂപയാണ്. അടുത്ത് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ. ബ്ലീഡിങ് ഹാർട്ട് വൈറ്റിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. റേറ്റ് 20 രൂപ. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ്. അടുത്ത ഈ ഒരു ഡിഫറെൻറ്റ് ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഉള്ളത്. 30 രൂപയാണ് റേറ്റ്. പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാവേ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ചിലത് ഇത് 3 ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും, ചിലത് 2 ലീഫുള്ള ഒക്കെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്. പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും 10 രൂപയാണ്. അതുപോലെ വയലറ്റ് കളറിലെ മെക്സിക്കൻ പെറ്റൂണിയാണ് കേട്ടോ. ഇത് വയലറ്റ് കളർ ഫ്ലവറാണ്. ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും 10 രൂപ തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത്. 2 കട്ടിങ്സ് വീതം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 കട്ടിങ്സ് വീതം ഉണ്ടാകും. ഇതിൻ്റെ റേറ്റും 10 രൂപ തന്നെയാണ്. ഇത് ബോർഡർ ഗ്രാസ് ആണ്. ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് 5 രൂപ. അടുത്ത ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റൂട്ട് വന്ന ഇതുകൊണ്ട് പ്ലാന്റും ഉണ്ട്, കട്ടിങ്സും ഉണ്ട്. റേറ്റ് 10 രൂപയാണ് കേട്ടോ. ഇത് വയലറ്റ് കളറ് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് കേട്ടോ. റേറ്റ് 15 രൂപയാണ്. ഇത് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടുള്ള കട്ടിങ്സ് ആയിരിക്കും ഉള്ളത് തരുന്നത്. ഇതിൻ്റെ റേറ്റ് 10 രൂപ. അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപ. അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ. ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് 10 രൂപ തന്നെയാണ്. ഇത് ചെമ്പരത്തിയുടെ കട്ടിങ്സ് ആണ് കേട്ടോ. ചെമ്പരത്തിയുടെ ഫ്ലവർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിങ്സ് ആണ് ഉള്ളത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. ഒരുപാട് പേര് ഇതിൻ്റെ കട്ടിങ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ഈ ഒരു കലേഡിയമാണ് കേട്ടോ. ഈ ഒരു കലേഡിയമാണ് സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. അടുത്ത ഈ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത്, കട്ടിങ്സ് അല്ല. 20 രൂപയാണ് റേറ്റ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. വേണ്ടൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ.